മാഡം, ഇന്നലെ വില്ലേജ് ഓഫീസിലെ ഫയലുകൾ എടുത്തു വെക്കണമെന്ന് പറഞ്ഞിരുന്നു. മാഡം, വില്ലേജ് ഓഫീസിലെ ഫയലുകൾ മാഡം ഇന്നലെ എടുത്തോണ്ട് വരാൻ പറഞ്ഞിരുന്നു. അതിപ്പം അവിടെ വെച്ചേക്കാം, ഞാൻ നോക്കാം. എന്തു പറ്റി മാഡം? വല്ലാത്തൊരു ആലോചനയിലാണല്ലോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയില. ശിവനിപ്പോ അവന്റെ വീടിനേക്കാൾ ബന്ധമായി ഞങ്ങളുടെ വീടുമായിട്ട്. കുട്ടികളാണെങ്കിലും സത്യാമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവനെ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഒട്ടും പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം അവൻ വീടുമായിട്ട് അടുത്തിരിക്കുക. ഈ കൂടിച്ചേരലിന് പിന്നിൽ അവനെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോന്നാ. എത്ര ആലോചിച്ചിട്ടും എനിക്കവനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി അയാളുടെ മനസ്സിലിപ്പോ ഏറെക്കുറെ എന്തായിരിക്കും. അത് ഞാൻ വേണമെങ്കിൽ മാഡത്തോട് പറയാം. ഒരു അപകടകാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവൻ എനിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അയാൾ ഒരു അതിബുദ്ധിമാനായ ക്രിമിനലാണ് മാഡം. ശിവൻ നമ്മൾ കാണുന്ന ആളെ അല്ല. മാഡത്തിനെതിരെ 2 പ്രാവശ്യം വധശ്രമം ഉണ്ടായപ്പോഴും അവിടെ 2 സ്ഥലത്തും ശിവൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ശ്രമത്തിൽ വെടിയേറ്റെങ്കിലും ശിവന്റെ മികവുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. എന്നാൽ 2ാമത്തെ സംഭവത്തിൽ വെടിയേറ്റില്ലെങ്കിലും മാഡത്തെ രക്ഷിച്ചെന്ന ക്രെഡിറ്റ് മാഡത്തിന്റെ മുന്നിൽ അവൻ നേടിയെടുത്തു. അതായത് ആ 2 സംഭവങ്ങളും മാഡത്തെ അപായപ്പെടുത്താൻ വേണ്ടി ഒരുക്കിയതല്ല, മാഡത്തിന്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി ഒരുക്കിയതാ. അതിപ്പോ എന്റെ വിശ്വാസം നേടിയിട്ട് അവൻ എന്താ പ്രയോജനം? മാഡം കുറച്ചു മുൻപ് ചോദിച്ചില്ലേ അവൻ എന്തിനാ മാഡത്തിന്റെ വീടുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തെന്ന്? ഇതിനെന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉത്തരവുണ്ടോ? ഉത്തരവുള്ളത് അവന്റെ കയ്യിൽ മാത്രം. അതറിയാൻ അവന്റെ പിന്നാലെ സഞ്ചരിക്കുക എന്നത് മാത്രമാണ് നമുക്കുള്ള ഏക മാർഗം. മാഡം ഒന്ന് ആലോചിച്ച് നോക്കി. മാഡം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം മാഡം അവനെ കണ്ടു. നൈറ്റ് കടയില്, ബീച്ചിലെല്ലാം അവൻ മാഡത്തിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. എന്തിന്? ഇപ്പൊ അവൻ വീട്ടിലെ ഓരോ അംഗങ്ങളുമായിട്ട് പരിചയപ്പെടാൻ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി ഓരോരുത്തരുടെയും മനസ്സിൽ കയറിക്കഴിഞ്ഞു. എന്റെ ബലമായ സംശയം വിഷ്ണു സാറിന്റെ തിരോധാനത്തിന് പിന്നിലും ഈ ശിവന്റെ കൈകൾ ഉണ്ടാവാം.